പരിതാപകരമായ അവസ്ഥയെയും ഭരണകൂടത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളെയും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്തെത്തിയതോടെ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരായ പ്രതിഷേധവും തുടർന്നുള്ള ആശുപത്രിവാസവും പുതിയൊരു രാഷ്ട്രീയ പോർമുഖമായി മാറിയിരിക്കുകയാണ്. സാധാരണക്കാരായ ജനങ്ങൾ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ നേരിടുന്ന ദുരനുഭവങ്ങൾക്കും സംവിധാനങ്ങളുടെ അപര്യാപ്തതയ്ക്കും സാക്ഷാൽ ആരോഗ്യമന്ത്രി തന്നെ ഇരയാകേണ്ടി വന്നു എന്ന തലത്തിലുള്ള രാഹുലിന്റെ പരിഹാസം സമൂഹ മാധ്യമങ്ങളിൽ വൻ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. മന്ത്രിയുടെ കഴുത്തിനുണ്ടായ പരിക്കിന്റെ ഗൗരവത്തെയും ചികിത്സാ രീതികളെയും സംശയമുനയിൽ നിർത്തിക്കൊണ്ടുള്ള ഈ വിമർശനം സർക്കാരിന്റെ അഴിമതി വിരുദ്ധ വികസന പ്രതിച്ഛായയ്ക്ക് വലിയ മങ്ങലേൽപ്പിക്കുന്നതാണ്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ KSU പ്രവർത്തകർ നടത്തിയ കരിങ്കൊടി പ്രതിഷേധത്തിനിടെ മന്ത്രിയുടെ കഴുത്തിനും കൈക്കും പരിക്കേറ്റു എന്നതായിരുന്നു CPM കേന്ദ്രങ്ങളുടെയും പോലീസിന്റെയും പ്രാഥമിക വാദം. ഇതിനെ തുടർന്ന് നടന്ന നാടകീയമായ സംഭവവികാസങ്ങളെ ഓരോന്നായി എണ്ണിപ്പറഞ്ഞാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പരിഹസിക്കുന്നത്. മുദ്രാവാക്യം വിളികൾ, കഴുത്തിൽ തട്ടി ഗുരുതരമായ പരിക്കേറ്റു എന്ന് ആരോപിക്കപ്പെടുന്ന മന്ത്രിയെ ആദ്യം കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്കാണ് പ്രവേശിപ്പിച്ചത്. എന്നാൽ 5.5 മണിക്കൂറോളം അവിടെ ചെലവഴിച്ചിട്ടും മന്ത്രിയുടെ രോഗം കൃത്യമായി കണ്ടെത്താനോ ചികിത്സിക്കാനോ സാധിച്ചില്ലെന്നും ഒരു MRI മിഷൻ പോലും ഇല്ലാത്തതിനാൽ അവിടെ നിന്നും പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റേണ്ടി വന്നതും കേരളത്തിലെ ആരോഗ്യരംഗത്തെക്കുറിച്ച് സർക്കാർ പറയുന്ന അവകാശവാദങ്ങളുടെ പൊള്ളത്തരമാണ് വെളിപ്പെടുത്തുന്നതെന്ന് രാഹുൽ ചൂണ്ടിക്കാട്ടുന്നു. സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രിക്ക് പോലും ഒരു സാധാരണ ജില്ലാ ആശുപത്രിയിൽ മതിയായ പരിശോധനാ സൗകര്യം ലഭിക്കുന്നില്ലെങ്കിൽ പാവപ്പെട്ട രോഗികളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന ഒരു ചോദ്യം ഇവിടെ പ്രസക്തമാണ്. പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച ശേഷമുള്ള സംഭവങ്ങളെയും രാഹുൽ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അക്കമിട്ട് നിരത്തുന്നു. മെഡിക്കൽ കോളേജിലെ വിദഗ്ധർ പരിശോധിച്ചിട്ടും പരിക്കിന്റെ ഗൗരവം ബോധ്യപ്പെടുകയല്ലാതെ അത് ഭേദമാക്കാൻ അവർക്ക് കഴിഞ്ഞില്ലെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. എന്നാൽ ഏറ്റവും വലിയ പരിഹാസം ഉയർന്നത് മന്ത്രിയുടെ ഡിസ്ചാർജ് സമയത്തെക്കുറിച്ചാണ്. സാധാരണ ആശുപത്രികളിൽ ഡിസ്ചാർജ് നടപടികൾ പകൽ സമയങ്ങളിൽ നടക്കുമ്പോൾ ആരോഗ്യമന്ത്രി വെളുപ്പിന് 4 മണിക്ക് തന്നെ ആശുപത്രി വിടാൻ തിടുക്കം കാണിച്ചത് ദുരൂഹത ഉണർത്തുന്ന ഒന്നായി അദ്ദേഹം ചിത്രീകരിക്കുന്നു. മിന്നാരം എന്ന സിനിമയിൽ നടി ശോഭന അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ അവസ്ഥയോട് മന്ത്രിയുടെ സ്ഥിതിയെ ഉപമിച്ച രാഹുൽ, ഇത്രയും ഗുരുതരമായ കഴുത്തുവേദനയുള്ള ഒരാൾ ഒരു എയർ ആംബുലൻസ് പോലും ക്രമീകരിക്കാതെ 400 കിലോമീറ്ററിലധികം ദൂരം റോഡ് മാർഗം യാത്ര ചെയ്തത് തിരുവനന്തപുരത്തേക്ക് പോകേണ്ടി വന്നതിലെ വൈരുദ്ധ്യം എടുത്തു പറയുന്നുണ്ട്. മന്ത്രിയുടെ സുരക്ഷയും സ്വകാര്യതയും മുൻഗണന നൽകുന്ന ഒരു സർക്കാർ എന്തുകൊണ്ടാണ് ഇത്രയും ദീർഘമായ യാത്രയ്ക്ക് കാർ തെരഞ്ഞെടുത്തത് എന്നത് പരിക്കിന്റെ തീവ്രതയെക്കുറിച്ചുള്ള സംശയങ്ങൾ വർദ്ധിപ്പിക്കുന്നു. വെറുതെയല്ല പൈസയുള്ളവർ ചികിത്സിക്കാൻ അമേരിക്കയിൽ പോകുന്നത് എന്ന രാഹുലിന്റെ പരാമർശം നേരിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ ലക്ഷ്യം വെച്ചുള്ളതാണ്. സ്വന്തം നാട്ടിലെ ആരോഗ്യ സംവിധാനങ്ങളിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് ഭരണാധികാരികൾ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നതെന്ന പൊതുജനങ്ങളുടെ വിമർശനത്തെ ഈ സംഭവം ശരിവെക്കുന്നു. എന്നാൽ മന്ത്രിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടത് കൊണ്ടാണ് ഡിസ്ചാർജ് ചെയ്തതെന്ന് മെഡിക്കൽ ബോർഡിന്റെ ഔദ്യോഗിക വിശദീകരണം പുറത്തുവരുന്നു. രക്തസമ്മർദ്ദം സാധാരണ നിലയിലായതും ഓൺലൈനായി ചേർന്ന മെഡിക്കൽ ബോർഡ് യോഗം മന്ത്രിയെ ഡിസ്ചാർജ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നും ഡോക്ടർമാർ അറിയിച്ചു. എങ്കിലും ഈ വിശദീകരണങ്ങളൊന്നും പ്രതിപക്ഷത്തിന്റെ പരിഹാസത്തിന് ശമനമുണ്ടാക്കുന്നില്ല. മറുഭാഗത്ത് ഈ സംഭവത്തെ ഒരു വധശ്രമമായി ചിത്രീകരിക്കാനാണ് CPM ശ്രമിക്കുന്നത്. KSU പ്രവർത്തകർ കരുതിക്കുട്ടി മന്ത്രിയെ ആക്രമിച്ചുവെന്നും ഇതിന് പിന്നിൽ വലിയ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്നുമാണ് പാർട്ടിയുടെ നിലപാട്. എന്നാൽ പ്രതിഷേധം നടന്ന സ്ഥലത്തെ CCTV ദൃശ്യങ്ങളിൽ മന്ത്രിയെ ആരെങ്കിലും ശാരീരികമായി ഉപദ്രവിക്കുന്നതിന്റെ തെളിവുകളില്ല എന്നത് പോലീസിനെയും സർക്കാരിനെയും കൊടുക്കുന്നുണ്ട്. മന്ത്രിയെ ആക്രമിക്കുന്ന ദൃശ്യം പുറത്തുവിടുന്നവർക്ക് KSU പാരിതോഷികം പ്രഖ്യാപിച്ചത് ഈ കേസിനെ ഒരു രാഷ്ട്രീയ നാടകമെന്ന് മുദ്ര കുത്തുന്നതിന്റെ ഭാഗമാണ്. RPFന്റെ പക്കലുള്ള ക്യാമറ ദൃശ്യങ്ങൾ ലഭിച്ചാൽ മാത്രമേ സത്യാവസ്ഥ പുറത്തു വരികയുള്ളൂ. മന്ത്രിയുടെ മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം വീണ്ടും അനുമതി തേടുമെങ്കിലും പരിക്കിന്റെ ഗൗരവത്തെക്കുറിച്ചുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടും മെഡിക്കൽ റിപ്പോർട്ടും തമ്മിലുള്ള വൈരുദ്ധ്യം നിയമപരമായ വലിയ തടസ്സമായി മാറിയേക്കാം. ഈ വിവാദം കേവലം ഒരു വ്യക്തിക്കെതിരെയുള്ള വിമർശനമല്ല, മറിച്ച് കേരളത്തിലെ പൊതുജനാരോഗ്യ സംവിധാനങ്ങളുടെ വിശ്വസനീയതയെക്കുറിച്ചുള്ള വലിയൊരു രാഷ്ട്രീയ സംവാദമാണ്. മന്ത്രിയുടെ ആശുപത്രിവാസവും തുടർന്നുണ്ടായ സംഭവങ്ങളും ആസൂത്രിതമാണെന്ന് പ്രതിപക്ഷം വിശ്വസിക്കുമ്പോൾ ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളെ ആക്രമണത്തിലൂടെ അടിച്ചമർത്താനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് അവർ ആരോപിക്കുന്നു. പോലീസിന്റെ FIRൽ പറയുന്ന വധശ്രമം എന്ന ഗൗരവകരമായ കുറ്റം തെളിയിക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് സർക്കാരിന്റെ വിശ്വാസ്യതയെ സാരമായി ബാധിക്കുകയും ചെയ്യും. കഴുത്തിന് പരിക്കേറ്റ ഒരാൾക്ക് ഇത്രയും ദൂരം കാറിൽ യാത്ര ചെയ്യാൻ സാധിക്കുമോ എന്ന മെഡിക്കൽ സംശയങ്ങളും പൊതുസമൂഹത്തിൽ ഉയരുന്നുണ്ട്. രാഷ്ട്രീയ പകപോക്കലിനായി ആശുപത്രിയെയും നിയമത്തെയും ദുരുപയോഗം ചെയ്യുന്നു എന്ന ആക്ഷേപം വരും ദിവസങ്ങളിൽ നിയമസഭയ്ക്കകത്തും പുറത്തും വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിടും.
വധശ്രമക്കേസിലെ പ്രതികളായ KSU പ്രവർത്തകർക്കെതിരെയുള്ള നീക്കം കോടതിയിൽ എങ്ങനെ നിലനിൽക്കും എന്നതും നിർണായകമാണ്. സത്യം ജയിക്കുമെന്ന് ഇരുപക്ഷവും അവകാശപ്പെടുമ്പോഴും സാധാരണക്കാരന്റെ ആരോഗ്യവും നീതിയും ഇത്തരം രാഷ്ട്രീയ നാടകങ്ങൾക്കിടയിൽ ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്.